നിങ്ങൾ ഫോട്ടോ കാണിച്ച് പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അതിന് പകരം ഈ സ്വർണം കെട്ടത് പുറത്തു കൊണ്ടുവന്നില്ല എങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങൾ പറയുന്നു, പിണറായിക്ക് ഇനി 3 മാസം മാത്രമാണ് ആ കസാലിരിക്കാൻ കഴിയുക. അത് കഴിഞ്ഞ് UDF വന്നാൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ ഞങ്ങൾ അന്നകത്താക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പൊ മോഡി വന്നിട്ട് പറയാണ് ഞങ്ങൾ വന്നിട്ട് അകത്താക്കുന്നത്. എവിടെ ഞങ്ങൾ വരാൻ പോകുന്നത്? ആകെ 4-5 സീറ്റിലാണ് ആകെ ജയിക്കുന്നു പറഞ്ഞിട്ട് A ക്ലാസ് സീറ്റ് എന്ന് പറഞ്ഞ് അവരാണോ കേരളം ഭരിക്കാൻ പോകുന്നത്? ഇവർ വന്ന് 5 കിട്ടാനൊന്നും പോണില്ല. പക്ഷേ ഇനി 5 കിട്ടിയാൽ തന്നെ കേരളം ഭരിക്കും. വന്നിട്ട് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് മോഡിക്ക് ഒരു സംസ്ഥാന സർക്കാർ സാമ്പത്തിക ഇടപാടിൽ ക്രമക്കേട് കണ്ട് കേസെടുത്താൽ ഇഡിക്ക് ശക്തമായിട്ട് അന്വേഷിക്കാമല്ലോ? ഇപ്പൊ ഇഡിയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ കേസ്. അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കട്ടെ. അത് അന്വേഷിക്കാൻ കഴിയുന്നുണ്ടോ? ഇഡിയും ആരെ രക്ഷിക്കാൻ വന്നു? ശരിക്കും പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഇഡിയും കേരളത്തിൻ്റെ KDയും ഒക്കെ ചേർന്ന് സ്വർണം കട്ടവന്മാർ രക്ഷിക്കാനാണ് നോക്കുന്നതെങ്കിൽ അത് ഈ മണ്ണിൽ നടക്കില്ല. ഞാൻ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, ദേവൻ്റെ സ്വർണം കട്ടാൽ അതിന് റിയാക്ഷൻ എന്തായാലും ഉണ്ടാവും. അത് ചെയ്യുന്ന കുറ്റത്തിൻ്റെ തോതനുസരിച്ചിരിക്കും. ചില ആൾക്കാർക്ക് കണ്ണിൻ്റെ കാഴ്ച പോവും, ചില ആളുകൾക്ക് അംഗവൈകല്യം സംഭവിക്കും, ചില ആളുകൾക്ക് ചിത്തഭ്രമം സംഭവിക്കും. ഇപ്പോൾ ഒരു ചെറിയ സംശയം, ഈ മുഖ്യമന്ത്രിയുടെ ഈ അടുത്ത കാലത്തെ കളി കാണുമ്പോൾ ചിത്തഭ്രമം ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതാണ് ഇപ്പോൾ പറയുന്നതും ചെയ്യുന്നതായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് തോന്നുന്ന പോലെ ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.